ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സൺസ്ക്രീൻ ആണ് കാണുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫേസ് ക്ലീൻ ചെയ്തു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക ടോണർ അപ്ലൈ ചെയ്തു, ഇതിനൊന്നും സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഏത് സൺസ്ക്രീൻ ആയിക്കോട്ടെ ഇത് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ വരുന്ന നമ്മുടെ SPF, അതേപോലെ തന്നെ നമ്മൾ PA++++ അത് കണ്ടിട്ടില്ലേ, അതൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ മെയിനായിട്ട് നമ്മുടെ സൺസ്ക്രീൻ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചില ക്രീമുകൾ, അതേപോലെ തന്നെ ലിപ് കെയർ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലും ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊട്ടക്ഷൻ SPF ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ ഈ ഒരു UVB റേസ് ഇതിനൊക്കെ സ്കിന്നിനെ എന്താ പറയുക ചെറുത്ത് നിർത്താനായിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും നമുക്കൊരു സൺസ്ക്രീനും കൂടെ തരും. ഞാൻ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. എനിക്കൊരു ഇവിടെ അലർജി പോലെ വന്നിട്ടും പിന്നെ ഇവിടെ കുത്തൊക്കെ വന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നമുക്ക് അവർ കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു സൺസ്ക്രീനും വേറെ എന്തോ ക്രീമുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ തന്നതിന് ശേഷമാണ് ഞാൻ സൺസ്ക്രീൻ അങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ കുറേ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് അങ്ങനത്തെ തന്നെ മേടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് സൺസ്ക്രീനുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ വന്നിട്ട് ഈ ഒരു അക്വലോജിക്കാൻ്റെ, ഇത് മിക്കവാറും നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് വന്നിട്ട് അക്വലോജിക്കാൻ്റെ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതിൽ പപ്പായ അതേപോലെ തന്നെ വിറ്റാമിൻ സിയും വരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കും, അതേപോലെ തന്നെ പ്ലസ് ഹൈഡ്രേറ്റ് ചെയ്യിക്കും, പ്ലസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിൽ SPF 50, SPF 50, അതേപോലെ തന്നെ PA++++ വരുന്നുണ്ട്. 4+ UVA UVB റേസിനുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത് കേട്ടോ. എവിടെ പോയി പിന്നെ ഇതിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ തന്നെ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്ത് പറയുന്നില്ല കേട്ടോ. എല്ലാം ഡീറ്റെയിൽ പറഞ്ഞാൽ ഭയങ്കര വീഡിയോ ലെങ്ത് ആയി പോകും. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നൊരു ഗ്ലോ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതേപോലെ എൻ്റെത് ഓയിലി സ്കിന്നാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തോന്നിയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സൺസ്ക്രീൻ. നിങ്ങൾ സൺസ്ക്രീൻ എപ്പോഴും വെയിലത്തേക്ക് ഇറങ്ങണതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പിന്നെ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനിലൊന്ന്. ഇതെല്ലാം തന്നെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ഒന്ന് കൂടുതൽ എന്ന് പറയുന്നില്ല. ഇത് മൊത്തം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള തന്നെയാണ്. ഇഷ്ടപ്പെടാത്ത ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു SPF 50 വരുന്നുള്ള നമ്മുടെ മിനിമൽസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൽ വിത്ത് നയാസിനമൈഡ്, അതുപോലെ തന്നെ വിറ്റാമിൻ B5, വിറ്റാമിൻ Fഉം വരുന്നുണ്ട്. ബ്രോഡ് സ്പെക്ട്രം, അതുപോലെ തന്നെ PA++++. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത് വന്നിട്ട്. ഇതിൽ നമുക്ക് തീരെ വൈറ്റ് കാസ്റ്റ് അറിയില്ല. ഇത് വെച്ച് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടുന്ന പോലെ പോകും. പക്ഷെ ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. എന്നാലും നല്ല സൺസ്ക്രീൻ തന്നെയാണ്. നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കറക്റ്റ് സ്കിന്നുമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ള പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. നല്ല സൺസ്ക്രീൻ ആണ്. പക്ഷേ ഈസി ആയിട്ട് ഇതിനെക്കാട്ടും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞതെല്ലാം ചിലപ്പോൾ എന്താ പറയുക നല്ലതായത് കൊണ്ട് എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ ആയിരിക്കില്ല അവർക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് പ്രൊട്ടക്ഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് തരിക. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു സൺസ്ക്രീൻ. എല്ലാം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന മുൻപായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രശ്നമാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു മോയ്സ്ചറൈസർ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഡോക്ടറെ എത്തുന്ന സൺസ്ക്രീൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ മാമ എർത്തിൻ്റെ അൾട്രാലൈറ്റ് ഇന്ത്യ സൺസ്ക്രീൻ. ഞാൻ വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടോ. രണ്ടിനും ഞാൻ പെടുത്താൻ മറന്നിട്ടുണ്ട്. ലോട്ടസിനുള്ള കുറച്ചുകൂടെ കെമിക്കൽസ് ഒക്കെ വരും. ഇതൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളത് കെമിക്കൽസ് കുറവുള്ളതാണ്. എനിക്ക് സൺസ്ക്രീനിൻ്റെ പേര് കിട്ടുന്നില്ല. ന്യൂട്രജീനൻ്റെ അത് നല്ല സൺസ്ക്രീൻ തന്നെയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടോ. അതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു സൺസ്ക്രീൻ എന്താണെന്ന് അറിയില്ല. ഇത് നമ്മുടെ കുറേ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണിത്. മാമ എർത്തിൻ്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ്. ഇതിലും PA+++ ഉള്ളൂ, 3+ ഉള്ളൂ. നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഈ ഒരു SPFഉം അതേപോലെ തന്നെ ഈ ഒരു PA+++ കാണിക്കുന്നത്. നമുക്ക് SPF 50 ഒരു 30+ എന്തായാലും നമ്മളെ ഈ ഒരു ക്ലൈമറ്റിന് ആവശ്യമാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇതിൽ പാരബൻ, സിലിക്കൺ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡെർമറ്റോൾ ട്രസ്റ്റ് ആണ്. ഇന്ത്യൻ സ്കിന്നിനുള്ളതാണ് കേട്ടോ. അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ
ഇത് കാലിക്കുപ്പിയോട്ടോ, ഞാൻ അത് കളയാൻ വേണ്ടി നിന്നായിരുന്നു. ശരിക്കും ഞാൻ ഇത് ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇത് എടുത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഇത് കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ വീണ്ടും അവിടെ നിന്ന് തിരിച്ചെടുത്താണ്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തത്. ഇത് തീർന്നു. നല്ല സൺസ്ക്രീൻ. ഇതിൻ്റെ ഒരു 3-4 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ അക്വലോജിക്ക് പറഞ്ഞു, മിനിമലിസ്റ്റ് പറഞ്ഞു. ഇതാ ഈ ഒരു ഡെർമാക്കോയിൻ്റെ, ഇത് നല്ല ബ്രാൻഡാണ്. അതേപോലെ എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു മിനിമലിസ്റ്റ്, ഡെർമാക്കോ, അതേപോലെ തന്നെ അക്വലോജിക്ക്, അതൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ട് തന്നെ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ. പിന്നെ അതേപോലെ തന്നെ ഇതിലും 1% ഹൈലറോണിക് ആസിഡ്, അത് ഹൈലറോണിക് ആസിഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൺസ്ക്രീൻ അക്വാജലൊക്കെയാണ് ഫോർ ബ്രോഡ് സ്പെക്ട്രം ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും കൂടെ കിട്ടുന്നതാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ്, വിറ്റാമിൻ ഇ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ക്യുക്ക് അബ്സോർബിങ് ഫോർമുല ഇതിൻ്റെ, ശരിയാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് എങ്ങനെയുണ്ട് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് 50 gram ആണ് വരുന്നത്. നല്ല സൺസ്ക്രീൻ ആണ്, നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. മിനറൽ ഓയിൽസും കാര്യങ്ങളൊന്നും വരാത്ത സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ തന്നെയാണ് ഈ സൺസ്ക്രീനൊക്കെ ഏകദേശം എല്ലാ ഒരു സ്കിൻ ടൈപ്പിനും സ്യൂട്ടായി പോകുന്നത് തന്നെയാണ്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റ് നമ്മുടെ സ്കിൻ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയുള്ളൂ. നല്ല സൺസ്ക്രീൻ ആണ്. അപ്പം ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന, ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതിലെ ഞാൻ കാണിക്കുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ളത്, നല്ല സൺസ്ക്രീൻ ആണെന്ന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം വേറെ ആരെങ്കിലും ഈ വന്ന് വീഡിയോസ് കാണുന്ന സമയത്ത് അവർക്കൊന്ന് വേണമെങ്കിൽ സജഷൻ ആവുമല്ലോ, നല്ലതല്ലേ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഒരു സൺസ്ക്രീൻ. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങോട്ടല്ലോ, നമ്മുടെ ഈ ഒരു മാമൂഹത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതിൽ PA+++++, 4+ ഉണ്ട്. SPF 50 വരുന്നത്. മിക്കവാറും ഞാൻ കാണിക്കണമൊക്കെ SPF 50 ആയിരിക്കും കേട്ടോ. ഇതിൽ റൈസ് വാട്ടറും അതുപോലെ തന്നെ നയസിനമൈഡ്, മിക്കവാറും എല്ലാ സൺസ്ക്രീനിൻ്റെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിലൊരു ഇൻഗ്രീഡിയൻ്റ് നയസിനമൈഡ് വരുന്നുണ്ട്. ഇതും എല്ലാ സ്കിന്നിനും സ്യൂട്ടാവുന്നതാണ് പറയുന്നത്, സ്യൂട്ടാവുന്ന എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ഒരു ഓയിലി സ്കിന്നിൽ ഇതെനിക്ക് എല്ലാം സ്യൂട്ടാണ്, ഓക്കെയാണ് കേട്ടോ. ഇത് 50 gram ആണ് വരുന്നത്. അപ്പം ഇത്ര തന്നെയാണ് പറയാനുള്ളൂ. ക്രുവാലിറ്റി ഫ്രീ ആണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ്, അതൊക്കെ അറിയണം. മാമകത്തിനടുത്ത് പേര് പറയാറുണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ, ഇതും നല്ല സൺസ്ക്രീൻ തന്നെയാണ്, മാമകത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് വീണ്ടും നമ്മുടെ മാമകത്തിൻ്റെ തന്നെയാണ്. ഇത് മാമകത്തിൻ്റെ ഒരു ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ്. ഇതിൽ ബീട്രൂട്ട്, ഹൈലറോണിക് ആസിഡ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. നയസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഇതിൽ SPF നമുക്ക് ++++ വരുന്നുണ്ട്. SPF 50 ആണ്, PA+ കേട്ടോ. പിന്നെ ഡെർമറ്റോളജി ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ്. ഹൈഡ്രേറ്റഡ് സൺ പ്രൊട്ടക്ഷൻ, ഇതിലെല്ലാം അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ നമ്മളെ സ്കിന്നെ ഡാമേജ് ആക്കുന്ന കെമിക്കൽസ് കുറവായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂ ഇല്ല. അതേപോലെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ഷനും കിട്ടും. മെയിനായിട്ട് പ്രൊട്ടക്ഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ സ്കിന്നിന് വേറെ ഇഷ്യൂസ്, അലർജീസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അങ്ങനത്തെ ഉള്ള കുറച്ച് സൺസ്ക്രീനാണ് നമ്മുടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ മിനിമലിസ്റ്റ്, അതേപോലെ തന്നെ അക്വലോജിക്ക, പിന്നെ ഡെർമാക്കോ, മാമഎർത്ത്, വീണ്ടും വേറെ ഏതൊരു സൺസ്ക്രീൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, ന്യൂട്രിജൻ്റെ ഒക്കെ തീർന്നു കേട്ടാണ്. ഇപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും, ഓ മൈ ഗോഡ്, ഡാർക്ക്നെസ് കയറി വന്നു. ഓക്കെ, മഴയും വെയിലൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോഴേ ഓക്കെ, ഇപ്പം പെർഫെക്റ്റ് ആയില്ലേ. അപ്പം ഇത്രയും സൺസ്ക്രീനുകളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ഇത് തീർന്നിട്ടുണ്ട്, ഇനി അല്ലാണ്ട് ഇതൊക്കെയാണുള്ളത്. മിസ്സായിപ്പോയി ഏതൊന്ന്, ഇവിടെ ഓർമ്മ കിട്ടണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് റിവ്യൂ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചിലതൊക്കെ ഞാൻ മിക്കവാറും ചെയ്തിട്ടുള്ളതാണ് സെപ്പറേറ്റ് റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് മേടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കും കേട്ടോ. മിക്കവാറും ഞാൻ കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പം ഏതാണ് എൻ്റെ കുറച്ച് സജഷൻസ്. നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കുകയാണെങ്കിൽ കേട്ടോ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരെ കുറച്ചും കൂടെ നമുക്ക് സ്യൂട്ട് ആവുന്നത് നോക്കിയിട്ട് ചിലപ്പോൾ സൺസ്ക്രീൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ നോർമൽ സ്കിന്നിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, നല്ലൊരു സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളി സൺസ്ക്രീനുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഓഫറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സെയിലിൻ്റെ സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് സാധനം കിട്ടുമേ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ആയിട്ട് കാണാം. ഞാൻ കൊടുക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.